ഹലോ ഗേസ് സ്പോർട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ഇൻഫോ, BGIS ദ ഗ്രൈൻഡ് വീക്ക് 3 ഗ്രൂപ്പ് എയുടെ ഡേ 2 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ കംബാക്ക് മാച്ചുകളാണ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചൊരു ഡോമിനേഷൻ തന്നെ ഓരോ ടീമുകളും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിൻ്റെ മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ ഫോറമിൻ്റെ ആ ഒരു കംബാക്ക് പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. നല്ലൊരു സോൺ അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ 7 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ ടീം സ്വന്തമാക്കി. ആൻഡ് മാച്ച് 2 നമുക്ക് സിൻസിനാട്ടി കിഡിന്റെ വക ആ ഒരു ചിക്കൻ ഡിന്നർ പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് ടീം തമിഴാസിനെ തീർത്തുകൊണ്ട് 7 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. ടീം തമിഴാസും ഇവിടെ നല്ലൊരു കംബാക്ക് കാഴ്ചവെച്ചു. 11 ഫിനിഷേഴ്സോട് കൂടി 17 പോയിന്റും സ്വന്തമാക്കി. ആൻഡ് മാച്ച് 3 സോളിന്റെ കംബാക്ക് പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് ലിഖിത സ്പോർട്സിനെ തീർത്തുകൊണ്ട് 12 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ടീം സോള് സ്വന്തമാക്കിയത്. ദ ബാറ്റ്മാൻ നകുല് സോളോ 7 ഫിനിഷേഴ്സ് ടീമിന് വേണ്ടിയിട്ട് സ്വന്തമാക്കി നല്ലൊരു കംബാക്ക് ടീം കാഴ്ചവെച്ചു. ആൻഡ് മാച്ച് 4 4AM 7 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും സ്വന്തമാക്കി. ആൻഡ് മാച്ച് 5 നമുക്ക് ആ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചത്. കംബാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ കംബാക്ക് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. സോളിൻ്റെ ഒരു ഡോമിനേറ്റിംഗ് കംബാക്ക് പെർഫോമൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 8 ബിറ്റിനെ തീർത്തുകൊണ്ട് ടീം തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഓരോ ടീമിനെയും വേട്ടയാടുന്ന രീതിയിലായിരുന്നു സോളിൻ്റെ ആ ഒരു ഡോമിനേഷൻ ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ഗോളിലേക്ക് RNTX ഫീനിക്സ് തുടങ്ങിയുള്ള ടീമുകളെ തീർത്തുകൊണ്ട് 28 ഫിനിഷേഴ്സോട് കൂടിയിട്ടുള്ള മെഗാ ചിക്കണിനാണ് ടീം സോള് സ്വന്തമാക്കിയത്. അത് നിങ്ങൾ നോക്കുക, റൗണ്ട് 1 റൗണ്ട് 2 ലോബിയിലൊന്നുമല്ല, ഒരു മിനി ഗ്രാൻഡ് ഫൈനൽ ടോപ്പ് ടീമുകളുള്ള ലോബിയിലാണ് 28 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ ടീം സ്വന്തമാക്കിയത്. റെക്കോർഡ് ബ്രേക്കിംഗ് ചിക്കൻ ഡിന്നർ തന്നെ നമുക്ക് ഈ ഒരു പുതിയ സോൺ മെറ്റയിൽ സോളിൻ്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചു. വേറെ ലെവൽ കംബാക്കാണ് ടീം കാഴ്ചവെച്ചത്. അതിൽ എടുത്തു പറയേണ്ടത് അതുവരെ ബെഞ്ചിൽ ഉണ്ടായിരുന്ന സൗമ്യയാണ് ടീമിന് വേണ്ടി വേറെ ലെവൽ പെർഫോമൻസ് കാഴ്ചവെച്ചത്. സോളോ 10 ഫിനിഷേഴ്സ് സ്വന്തമാക്കിയാണ്. ബാറ്റ്മാൻ നകുല് 7 മാന്യ 7 ഹണ്ടേഴ്സ് 4 ഫിനിഷും ടീമിന് വേണ്ടിയിട്ട് സ്വന്തമാക്കി. റോണി ആയിരുന്നു ബെഞ്ചിലുണ്ടായിരുന്നത്. വേറെ ലെവൽ ഡോമിനേഷൻ എന്തായാലും സോളിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് മാച്ചിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ RNTX ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. ലാസ്റ്റ് ഒറാങ്കുട്ടാനെ തീർത്തുകൊണ്ട് 7 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ടീം സ്വന്തമാക്കിയത്. ഒറാങ്കുട്ടാനോടെ 16 ഫിനിഷ് പോയിന്റോട് കൂടിയിട്ട് 22 പോയിന്റ് സ്വന്തമാക്കി. അങ്ങനെ ഡേ 2 അവസാനിച്ചപ്പോൾ ഓവറോൾ സ്റ്റാൻഡിങ്സ് നോക്കുകയാണെങ്കിൽ 13ാം സ്ഥാനത്തു നിന്നും 1ാം സ്ഥാനത്തേക്ക് സോള് വേറെ ലെവൽ കംബാക്ക് പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോളിൻ്റെ പെർഫോമൻസ് ഡിപ്പാണ്. ഈ ഒരു BGSൽ മാത്രമല്ല കഴിഞ്ഞ ടൂർണമെൻറ്റുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പെർഫോമൻസ് കുറച്ച് ലോ ആയിരുന്നു. പക്ഷേ അതൊക്കെ പിന്തള്ളിക്കൊണ്ട് മാന്യ മാജിക്ക് നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിച്ചു. വേറെ ലെവൽ കംബാക്കോട് കൂടിയിട്ട് ഇന്നലെ 74 പോയിന്റാണ് സ്വന്തമാക്കിയത്. അങ്ങനെ ആഷ് 1 പൊസിഷനിലേക്ക് ടീം എത്തി 92 പോയിന്റായിട്ട്. സെക്കൻഡ് VXT നിൽക്കുന്നുണ്ട് 90 പോയിന്റായിട്ട്. ആൻഡ് തേർഡ് RNTX നിൽക്കുന്നുണ്ട് 85 പോയിന്റായിട്ട്. 4ാം സ്ഥാനം ഗോഡൽ നിൽക്കുന്നത് 85 പോയിന്റായിട്ട്. നമ്മുടെ സാരക്സ് കളിക്കുന്ന ലിഖിത സ്പോർട്സിന് ഒരു ഡൗൺഫോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഇന്നലത്തെ ഒരു പെർഫോമൻസിൽ. 2ാം സ്ഥാനത്തു നിന്നും 9ാം സ്ഥാനത്തേക്കാണ് പോയിന്റ് ടേബിൾ താഴേക്ക് വീണിരിക്കുകയാണ് 79 പോയിന്റുമായിട്ട്. ഇനിയും 2 ദിവസം 12 മാച്ചുകൾ ഈ ഒരു ടീമുകൾക്ക് വരാനിരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മളെ BGIS തുടങ്ങാനിരിക്കുന്നത്. ഇന്ന് മാച്ചുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നാളെ മുതൽ നമുക്ക് ലാസ്റ്റ് വീക്ക് കാണാനായിട്ട് സാധിക്കും. നാളെ ഫസ്റ്റത്തെ 2 ദിവസം ഗ്രൂപ്പ് ബിയുടെയും ലാസ്റ്റത്തെ 2 ദിവസം ഗ്രൂപ്പ് എയുടെയും മത്സരങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മാച്ചുകൾ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. ഇതിനോടൊപ്പം തന്നെ ക്രാഫ്റ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ക്രാഫ്റ്ററിൻ്റെ പെർമിഷൻ ഇല്ലാതെ വാച്ച് പാർട്ടി അലോഡ് അല്ല. വാച്ച് പാർട്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ചിലപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കാര്യങ്ങളോ അടിച്ച് കിട്ടും. അങ്ങനെ വാച്ച് പാർട്ടി പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒഫീഷ്യൽ ഇവന്റിൽ നമുക്ക് പൊതുവേ ആർക്കും വാച്ച് പാർട്ടി ചെയ്യാനുള്ള പെർമിഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ആൻഡ് ടീം സോൾ ഈ ഒരു ആഷ് 1 പൊസിഷനിൽ എത്തിയോട് കൂടിയിട്ട് നമുക്ക് റെക്കനിങ് സ്പോർട്സ് വേഴ്സസ് സോള് ഒരു ബാന്തറും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. തുടക്കം കുറിച്ചത് നമ്മളെ റെക്കനിങ് തന്നെയായിരുന്നു. റെക്കനിങ് ട്വിറ്ററിൽ ഒരു ക്ലിപ്പ് റെക്കനിങ് സ്പോർട്സ് ടീം സോളിനെ ഫിനിഷ് ചെയ്യുന്ന ഒരു ക്ലിപ്പ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം ഹണ്ടേഴ്സിന് തീർക്കുന്ന ഒരു ക്ലിപ്പും അതിലുണ്ടായിരുന്നു. അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തത് വി ആൾ മേക്ക് സം റോങ് ചോയ്സസ് ഇൻ അവർ ലൈഫ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ ക്യാപ്ഷൻ റെക്കനിങ് കൊടുത്തത്. കാരണം ഹണ്ടേഴ്സിനെ റെക്കനിങ്ങിൽ നിന്നാണ് സോളിലേക്ക് എടുത്തത്. അത് റോങ് ചോയ്സ് ആണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു റെക്കനിങ്ങിൻ്റെ ആ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസോടുകൂടി സോൾ ആഷ് 1ലേക്ക് എത്തിയപ്പോൾ അതിനുള്ളൊരു മറുപടിയും സോൾ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഡോണ്ട് വെറി ഹി മെയ്ഡ് എ റൈറ്റ് ചോയ്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മളെ സോളിൻ്റെ ആ ഒരു മറുപടി ഉണ്ടായിരുന്നത്. RGA
കണ്ടത്തിൽ ഓടിച്ച് കളയുന്ന രീതിയിലുള്ള ആ ഒരു റിപ്ലൈ ആയിരുന്നു നമുക്ക് സോളിന്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചത്. ആർ ജിക്ക് വേണ്ടില്ലായിരുന്നു എന്നായിട്ടുണ്ടാവും, അടങ്ങിയിരുന്നാൽ മതിയായിരുന്നു, വെറുതെ പോകുന്ന അടി തിരിച്ചു വാങ്ങിയ പോലെ ആയിട്ടുണ്ട് എന്തായാലും റെക്കനിങ്ങിന്. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മളെ പാബ്ലോ പുതിയൊരു ടീമിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഓർഗിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. സിഗ്നേച്ചർ ഈ സ്പോർട്സിന്റെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടാണ് നമ്മളെ പാബ്ലോ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇനി പാബ്ലോയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ AOPയിലാണ് ഈ സ്പോർട്സ് പ്ലെയർ എന്ന രീതിയിൽ നമ്മൾ പാബ്ലോ ഉണ്ടായിരുന്നത്. കണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിലേക്കാണ് സിഗ്നേച്ചർ ഈ സ്പോർട്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒമെക്സ് ഈ സ്പോർട്സിന്റെ ലൈനപ്പിലുണ്ടായിരുന്ന മോൺസ്റ്ററിനെ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മോൺസ്റ്റർ ഇതാ ഗോഡ്സൺ ഈ സ്പോർട്സിന്റെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ നിങ്ങൾ അപ്പോൾ കമന്റ് രേഖപ്പെടുത്താം. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.